ഫ്രീഡം വേൾഡ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും വലിയ 10 മൃഗശാലകൾ ഏതൊക്കെയാണെന്നാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്പർ 10, രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക്. രാജീവ് ഗാന്ധി മൃഗശാല അല്ലെങ്കിൽ കത്രാജ് മൃഗശാല എന്നറിയപ്പെടുന്ന സുവോളജിക്കൽ പാർക്ക് ഇന്ത്യയിലെ മഹാരാഷ്ട്ര സംസ്ഥാനത്തെ പൂനെ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 130 ഏക്കർ വിസ്തൃതിയുള്ള മൃഗശാലയെ 3 ഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ഒരു പാമ്പ് പാർക്ക്, ഒരു മൃഗശാല, ഇതിൽ 42 ഏക്കർ തടാകം എന്നിവ ഉൾപ്പെടുന്നു. പരിക്കേറ്റതും അനാഥവുമായ മൃഗങ്ങൾക്കായുള്ള രക്ഷാകേന്ദ്രവും ഇതിലുണ്ട്. നമ്പർ 9, സഞ്ജയ് ഗാന്ധി ജൈവിക് ഉദ്യാൻ. മഹാരാഷ്ട്രയിലെ മുംബൈയിൽ 34 ചതുരശ്ര മൈൽ വിസ്തൃതിയുള്ള ഒരു ദേശീയ ഉദ്യാനമാണ് ഇത്. 1996 ഇത് സ്ഥാപിതമായത്. ബസാൾട്ടിക് പാറക്കെട്ടുകളിൽ നിന്ന് സന്യാസിമാർ കൊത്തിയെടുത്ത 2400 വർഷം പഴക്കമുള്ള കാൻഹേരി ഗുഹകൾ പാർക്കിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദേശീയ ഉദ്യാനം എല്ലാ വർഷവും 2 ദശലക്ഷത്തിലധികം സന്ദർശകരെ ആകർഷിക്കുന്നു. നമ്പർ 8, നാഷണൽ സുവോളജിക്കൽ പാർക്ക്. ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന 176 ഏക്കർ വിസ്തൃതിയുള്ള ഒരു മൃഗശാലയാണ് നാഷണൽ സുവോളജിക്കൽ പാർക്ക്. 1959 നവംബറിലാണ് പാർക്ക് ഉദ്ഘാടനം ചെയ്തത്. ലോകമെമ്പാടുമുള്ള 130ഓളം ഇനം മൃഗങ്ങളെയും പക്ഷികളെയും പ്രതിനിധീകരിക്കുന്ന ഏകദേശം 1350 മൃഗങ്ങൾ ഈ മൃഗശാലയിലുണ്ട്. മൃഗശാലയിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് കടുവയുടെ ചിത്രങ്ങളും വീഡിയോയും. നമ്പർ 7, അലൻ ഫോറസ്റ്റ് സൂ. വടക്കേ ഇന്ത്യയിലെ ഒരു വലിയ നഗരമായ കാൺപൂരിൽ സ്ഥിതി ചെയ്യുന്ന 270 ഏക്കർ വിസ്തൃതിയുള്ള ഒരു മൃഗശാലയാണിത്. കാൺപൂരിലെ ഏറ്റവും വലിയ തുറന്ന പച്ചപ്പും വടക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ സുവോളജിക്കൽ പാർക്കുമാണിത്. യഥാർത്ഥത്തിൽ ജന്തുജാലങ്ങളുടെ സ്വാഭാവിക ആവാസ കേന്ദ്രമായിരുന്ന ഇത് പ്രകൃതിദത്ത വനത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഇന്ത്യയിലെ ചുരുക്കം ചില മൃഗശാലകളിൽ ഒന്നാണ്. നമ്പർ 6, മൈസൂർ സൂ. മൈസൂർ മൃഗശാല ഔദ്യോഗികമായി ശ്രീ ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻസ് എന്നറിയപ്പെടുന്നു. മൈസൂർ കൊട്ടാരത്തിൽ നിന്ന് ഏകദേശം 700 മീറ്റർ അകലെ 157 ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഇത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്നതുമായ മൃഗശാലയാണ്. ഇത് നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ ആകർഷണങ്ങളിൽ ഒന്നായതിനാൽ 168ലധികം ഇനങ്ങളുടെ വിശാലമായ ശ്രേണി ഇവിടെയുണ്ട്. നമ്പർ 5, നെഹ്റു സുവോളജിക്കൽ പാർക്ക്. ഇന്ത്യയിലെ തെലങ്കാനയിലെ ബഹദൂർപുരയിലെ മിർ അലാം ടാങ്കിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു മൃഗശാലയാണ് ഇത്. ഹൈദരാബാദിൽ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണിത്. 1963 ഒക്ടോബർ 6 ഈ മൃഗശാല പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. 380 ഏക്കർ വിസ്തൃതിയുള്ള ഈ മൃഗശാല 600 ഏക്കർ വിസ്തൃതിയുള്ള മിർ അലാം ടാങ്കിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്പർ 4, ആസാം സ്റ്റേറ്റ് സൂ കം ബോട്ടാണിക്കൽ ഗാർഡൻ. 432 ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഇത് റിസർവ് ഫോറസ്റ്റിനുള്ളിലാണ് മൃഗശാല സ്ഥിതി ചെയ്യുന്നത്. ലോകമെമ്പാടുമുള്ള 115ലധികം ഇനം മൃഗങ്ങളെയും പക്ഷികളെയും പ്രതിനിധീകരിക്കുന്ന ഏകദേശം 1125ലധികം മൃഗങ്ങൾ, പക്ഷികൾ, ഉരകങ്ങൾ എന്നിവ ഈ മൃഗശാലയിലുണ്ട്. അസം സംസ്ഥാന മൃഗശാലയിൽ ഒരു മ്യൂസിയവും 1982 ഒരു സസ്യോദ്യാനവും കൂടി സ്ഥാപിച്ചു. നമ്പർ 3, ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക്. ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തുള്ള കമ്പലക്കൊണ്ട റിസർവ് വനത്തിനിടയിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. രാജ്യത്തെ 3ാമത്തെ വലിയ മൃഗശാലയാണിത്. 1977 മെയ് 19 ഇത് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. 625 ഏക്കർ വിസ്തൃതിയുള്ള ഇത് ഇന്ത്യയിലെ അതിമനോഹരമായ കിഴക്കൻ ഘട്ടങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്പർ 2, നന്ദഗനാൻ സുവോളജിക്കൽ പാർക്ക്. ഇന്ത്യയിലെ ഒഡീഷയിലെ ബരാ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന 437 ഹെക്ടർ വിസ്തൃതിയുള്ള ഒരു മൃഗശാലയും സസ്യോദ്യാനവുമാണ് ഇത്. 1960 സ്ഥാപിതമായ ഇത് 1979 പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. സ്വർഗത്തിന്റെ പൂന്തോട്ടം എന്ന അർത്ഥം വരുന്ന നന്ദൻകാനൻ ചന്തകവനത്തിന്റെ പരിസരത്താണ് സ്ഥിതി ചെയ്യുന്നത്. 134 ഏക്കർ കാഞ്ചി തടാകവും ഇതിൽ ഉൾപ്പെടുന്നു. നമ്പർ 1, അരിഗ്നർ അന്ന സുവോളജിക്കൽ പാർക്ക്. വണ്ടല്ലൂർ മൃഗശാല എന്നും അറിയപ്പെടുന്ന ഇത് ഇന്ത്യയിലെ ചെന്നൈയിലെ ഒരു സുവോളജിക്കൽ ഗാർഡൻ ആണ്. നഗരമധ്യത്തിൽ നിന്ന് ഏകദേശം 32 കിലോമീറ്ററുള്ള ഇത് 602 ഹെക്ടർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നു. ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ മൃഗശാലകളിൽ ഒന്നാണിത്. രാജ്യത്തെ ആദ്യകാല മൃഗശാലകളിൽ ഒന്നായിരുന്നു ഇത്. മുൻ മുഖ്യമന്ത്രി അണ്ണാദുരൈയുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.